ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ടെംപ്ലേറ്റ്സിനെ കുറിച്ചാണ്. സോ ടെംപ്ലേറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മൾ നമ്മുടെ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്തിരുന്നത് ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിരുന്നു. ഉദാഹരണമായി ഹോം പേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്തിരുന്നത്. സോ ഇനി നമുക്ക് സ്ട്രിങ്ങിന് പകരമായി മുഴുവൻ ഒരു HTML പേജ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ പോയതിന് ശേഷം നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. സോ ഫോൾഡർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫോൾഡർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫോൾഡർ. സോ ഈ ഫോൾഡറിൻ്റെ പേര് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കുക. സോ ഈ ടെംപ്ലേറ്റ്സിനുള്ളിലാണ് നമ്മൾ നമ്മുടെ HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും HTML പേജ് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ അനുസരിച്ച് അതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെബ് പേജ് നമ്മുടെ ഈ ഒരു HTML പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. സോ ഉദാഹരണമായി ഞാൻ ആദ്യം ഇതിലൊരു വെബ് പേജ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. index.html ഇത് നമ്മുടെ ഹോം പേജ് ആയിട്ടാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ ബേസിക് HTML സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ബോഡിക്കുള്ളിൽ ഞാനൊരു h1 എലിമെൻറ്റ് ഹോം പേജ് എന്ന് കൊടുക്കുന്നു. ഹോം പേജ് താഴെ ഒരു പാരഗ്രാഫ്, കുറച്ച് ഡമ്മി ടെക്സ്റ്റ്, ലോറം 30. സോ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് index.html എന്ന് പറയുന്ന ഈ ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ആവുന്നു. സോ ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് കളർ ജസ്റ്റ് നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു HTML പേജാണ് നമുക്ക് റെസ്പോൺസായി ലഭിക്കേണ്ടത്. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ ഹോം പേജിനാണ് ഇത് കൊടുക്കുന്നത്. സോ നമ്മുടെ ഹോം എന്ന് പറയുന്ന ഫംഗ്ഷൻ താഴെ വന്ന ശേഷം റിട്ടേൺ, ഇവിടെ നമ്മൾ റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുക. റെൻഡർ ടെംപ്ലേറ്റ്. സോ ഇതിനുള്ളിൽ നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ട് നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ്സിനുള്ളിൽ ഏത് HTML പേജാണ് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് കൊടുക്കുക. സോ ഞാനിവിടെ index.html. സോ നമ്മളിവിടെ ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ്സിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. സോ അപ്പോൾ തന്നെ നമ്മുടെ ഫ്ലാസ്ക് ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലായിരിക്കും index.html എന്ന് പറയുന്നൊരു HTML ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്യാം. ഹോം പേജ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML പേജ്, ഹോം പേജ് എന്ന് പറയുന്ന HTML പേജും അതുപോലെ ആ ഒരു പാരഗ്രാഫ് നമുക്കിവിടെ ലഭിച്ചു. സോ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് വ്യൂ പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ HTML കണ്ടൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു കംപ്ലീറ്റ് HTML നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML പേജാണ്. അതിൻ്റെ കണ്ടൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് HTML പേജ് ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. സോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഡൈനാമിക് URL നമുക്ക് ഈ ഒരു index.html എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു വേരിയബിൾ നെയിം എന്ന് കൊടുക്കുന്നു. നെയിം. സോ അതിനുശേഷം ഞാൻ ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു വാല്യൂ. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് index.html നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സോ ശേഷം നമ്മളിവിടെ കോമ കൊടുത്ത ശേഷം നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കുക. നെയിം ഈക്വൽ ടു നെയിം. സോ ഈ നെയിമാണ് നമ്മൾ ഇവിടെ നമ്മുടെ HTML ഉപയോഗിക്കാൻ പോകുന്നത്. ഈ നെയിം നമ്മളിപ്പോൾ പാസ് ചെയ്ത ഈ ഒരു നെയിമാണ്. ഓക്കെ. സോ നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നമ്മൾ HTML പോവുക. HTML പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ h1 താഴെ വന്ന ശേഷം നമ്മളൊരു h2 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ളിൽ നമ്മൾ ഹലോ എന്ന് കൊടുക്കുക. അതിനുശേഷം 2 കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഇതിനുള്ളിൽ നമ്മൾ നെയിം എന്ന് കൊടുക്കുക. നെയിം. ഈ നെയിമാണ് നമ്മൾ ഇപ്പോൾ അവിടെ പാസ് ചെയ്ത നെയിമാണ്. സോ ആ നെയിം നമുക്ക് നമ്മുടെ HTML ലഭിക്കുന്നതായിരിക്കും. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നതിന് ശേഷം ഫോർവേഡ് സ്ലാഷ് കൊടുത്ത ശേഷം നമ്മൾ ജോൺ എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ ജോൺ എന്ന് ലഭിക്കുന്നു. സോ മറ്റൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ സ്മിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹലോ സ്മിത്ത് എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് വേരിയബിൾ പാസ് ചെയ്യുന്നത് ഇതുപോലെ 2 കർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ളിൽ നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിൾ ഇങ്ങോട്ട് നമ്മുടെ HTML ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HTML ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഞാനിവിടെ നെയിം എന്ന് മാറ്റി ഞാനിവിടെ n1 എന്ന് കൊടുക്കുന്നു. സോ n1 എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കില്ല. കാരണം നമ്മൾ ഇവിടെ ഏത് പേരാണോ കൊടുക്കുന്നത് ആ പേര് തന്നെ നമുക്കിവിടെ ഇൻഡെക്സിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ നെയിം മാറ്റി n1 എന്ന് കൊടുക്കണം. ഓക്കെ, n1 എന്ന് കൊടുക്കണം. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേര് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതൊരു കൺസെപ്റ്റിൽ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ വളരെ ഈസിയാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നെയിമിന് പകരമായി ഇൻറ്റിജർ num1 കൊടുക്കുന്നു. സോ num1
സോ n1 ഈസ് ഈക്വൽ ടു നമ്മൾ num1 കൊടുക്കുന്നു, num1. സോ നമുക്ക് HTML വന്നതിന് ശേഷം നമുക്കറിയാം, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആകുമ്പോൾ നമുക്ക് 10 ലൈൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് 10 ലൈൻസ് ഇതുപോലെ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഫോർ ലൂപ്പ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ വന്നതിന് ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഒരു 2% സൈൻ കൊടുക്കുക. സോ ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പോകുന്നത്. സോ നമുക്ക് 1 മുതൽ 10 വരെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാവുക. ഏതൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ I ഇൻ റേഞ്ച് നമുക്ക് കൊടുക്കാം, റേഞ്ച് 1,11. സോ 1 മുതൽ 10 വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെയാണ്. സെയിം ഓപ്പൺ ചെയ്ത ശേഷം പെർസെൻറ്റേജ് അതിനുള്ളിൽ എൻഡ് 4 എന്ന് കൊടുക്കുക, എൻഡ് 4. ശേഷം ഇതിനുള്ളിലോട്ട് നമ്മൾ ഈ H2 എലമെൻറ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മൾ 5 എന്ന് പറയുന്ന നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ 5 × 1 5 ആ ഒരു രീതിയിലാണ് നമുക്ക് ലഭിക്കേണ്ടത്. സോ നമ്മളിവിടെ ആദ്യം നമ്മുടെ n1 എന്ന് പറയുന്ന നമ്പർ, ഓക്കെ, അതിനുശേഷം ഒരു ഇൻറ്റു സൈൻ, അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ ഫോർ ലൂപ്പിലെ I, അതിനുശേഷം ഒരു ഈക്വൽ ടു സൈൻ, അതിനുശേഷം നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, n1 × I. സോ ഈ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ 1 മുതൽ 10 വരെയുള്ള വാല്യൂ ഇങ്ങനെ 1 മുതൽ 10 വരെ കൂടുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്കൊരു ടേബിൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സേവ് ചെയ്ത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ 5 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ആപ്പ് ഒന്നുകൂടി റൺ ചെയ്യേണ്ടി വരും. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒന്ന് റൺ ചെയ്യുന്നു, python app.py. int num1, സോറി, നമ്മളിവിടെ ഒരു ടാഗ് ക്ലോസ് ചെയ്യാൻ മറന്നു. സോ ടാഗ് ക്ലോസ് ചെയ്യുക, സേവ് ചെയ്യുക. നമുക്കൊന്നുകൂടി ആപ്പ് റൺ ചെയ്യാം. സോ റൺ ചെയ്ത ശേഷം ഇപ്പോൾ നമ്മുടെ സെർവർ റൺ ആവുന്നുണ്ട്. സോ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചില ജിഞ്ച എക്സ്പെൻഷൻ എറർ വരുന്നു. സോ ഇവിടെ നമ്മുടെ ബ്ലോക്ക് ദാറ്റ് നീഡ്സ് ടു ബി ക്ലോസ്ഡ് ഫോർ end4 ഓർ എൽസ്. ഓക്കെ, നമ്മളിവിടെ ഒരു end4 എന്ന് സ്പേസ് ഇല്ലാതാണ് എഴുതേണ്ടത്. സോ നമ്മളിവിടെ കൊടുത്തത് നമ്മളിവിടെ end4 എന്ന് സ്പേസ് ആയിരുന്നു. സോ നമ്മൾ ആ സ്പേസ് ഒഴിവാക്കിയിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം, നമുക്കിവിടെ 5ൻ്റെ ഗുണനപ്പട്ടിക നമുക്കിവിടെ ലഭിച്ചു. നമുക്ക് നമ്പർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2ൻ്റെ ഗുണനപ്പട്ടിക ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 10 ആണെങ്കിൽ 10ൻ്റെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരം വളരെ ഡൈനാമിക് URL ഉപയോഗിച്ച് വളരെ ഡൈനാമിക് ആയിട്ടുള്ള HTML പേജസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ് പേജ്, ഒരു HTML പേജ് നമുക്കിതുപോലെ സെർവ് ചെയ്യാൻ സാധിക്കും. അത് ഡൈനാമിക് ആണെങ്കിലും അല്ലെങ്കിലും നമുക്കിതുപോലെ HTML പേജ് സെർവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫംഗ്ഷനിൽ വന്നതിന് ശേഷം ഇത് റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അത് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വേരിയബിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വേരിയബിൾ ഇവിടെ പാസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് വേരിയബിൾ ഇല്ലാതെ തന്നെ ഇവിടെ ക്ലോസ് ചെയ്താൽ മതി, ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ രീതിയിൽ ക്ലോസ് ചെയ്താൽ മതി. നമുക്ക് എബൌട്ടിനാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ റെൻഡർ ടെംപ്ലേറ്റ് നമ്മൾ about.html എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ about.html ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ടെംപ്ലേറ്റ്സിൽ വന്നതിന് ശേഷം about.html ക്രിയേറ്റ് ചെയ്യുന്നു, about.html. സോ ഇതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു h1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു, about page. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ app.py വരുന്നു, സേവ് ചെയ്യുന്നു. ഇവിടെ ഒരു ഈ സിംഗിൾ കോഡ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്, സേവ് ചെയ്യുക. ശേഷം ഇവിടെ വന്ന ശേഷം നമുക്ക് ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് നമുക്കൊന്നും കൂടി റൺ ചെയ്യേണ്ടി വരും, നമ്മുടെ സെർവർ റൺ ചെയ്യേണ്ടി വരും. ഓക്കെ,
ഹോം പേജിൽ n1 ഈസ് അൺഡിഫൈൻഡ്. സോ നമ്മളിവിടെ n1 ഇൻഡെക്സ് ഡോട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് മാറ്റേണ്ടതുണ്ട് HTML. സോ നമ്മൾ ഫോർ ലൂപ്പ് കൊടുത്തിരുന്ന ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. ശേഷം നമുക്ക് ഹോമിൽ വന്നതിന് ശേഷം നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. എൻ്റർ, നമുക്ക് ഹോം പേജ് ലഭിച്ചു. അതുപോലെ നമുക്ക് എബൌട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എബൌട്ട് പേജ് ലഭിച്ചു. ഈ എബൌട്ട് പേജാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇത്തരത്തിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് HTML പേജസ് ഇതുപോലെ സെർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.